നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 2500 കിലോമീറ്റർ കാർ ഓടിച്ച് കൊച്ചിയിലെത്തി കവർച്ച. ബീഹാറിലെ റോബിൻഹുഡിനെ കേരള പോലീസ് മോഷണം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പിടികൂടുന്നു. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി മുഹമ്മദ് ഇർഫാനെ പിടികൂടിയത് കേരള പോലീസിന്റെ അന്വേഷണ മികവാണ്. ഇർഫാൻ 6 സംസ്ഥാനങ്ങളിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറഞ്ഞു. ഭീമ ജ്വല്ലറി ഉടമയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ കവർച്ചയ്ക്ക് പിന്നിലും ഇയാൾ തന്നെയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6 സംസ്ഥാനങ്ങളിൽ 19 കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇതൊരു ടീം വർക്കായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാറ് ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിന് പിന്നീട് അതിന്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യും, ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുണ്ടായി. കാറിന്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിന്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച് കർണാടക. വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത്. അത് റാൻഡമായിട്ട് പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അതായത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, കൊച്ചി നഗരത്തെ നടുക്കിയൊരു സംഭവമായിരുന്നു സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്നിയ കവർച്ച. അതായത് 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ നഷ്ടപ്പെടുക. പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അതായത് സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ സംഭവം, ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ടോ? ഈ സംഭവത്തിന് പിന്നിൽ, ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ തനിച്ചാണെന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? പ്രാദേശിക സഹായം ലഭിച്ചു എന്ന രീതിയിലുള്ള സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റു പലരിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ ഡാനി? ടോം, നിലവിൽ ഇത് ഒരു ദിവസം തികയുന്നതിന് മുൻപ് മോഷ്ടാവിലേക്ക് എത്താനായിട്ട് പോലീസിന് സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മികവായി പറയുമ്പോൾ പോലും ഇതിന്റെ ഒരു പൂർണ്ണമായൊരു വ്യക്തതയിലേക്ക് പോലീസ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ പോലീസിന് മുന്നിലുള്ള ചില ചോദ്യങ്ങൾക്ക് തരും പൂർണ്ണമായൊരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ പ്രധാനം ഇങ്ങനെയൊരു ലൊക്കേഷനിലേക്ക് ഇയാൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇയാൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇവിടേക്ക് എത്തിയെന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും പോലീസ് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ സംബന്ധിച്ച ഈ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായൊരു വ്യക്തതയിലേക്ക് ഇയാൾ എങ്ങനെ എത്തി എന്നത്. ഇവിടെ ഏതാണ്ട് 3ഓളം വീടുകളിൽ കവർച്ചാ ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അവിടേക്ക് എത്തുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ ഈ മോഷണം നടത്തി ഇയാൾ തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഈ ലോക്കർ ഇത് പൂട്ടിയിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കുത്തി തുറക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അവിടേക്കെല്ലാം തന്നെ ഇയാൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു എന്നതാണ്. മോഷണം നടത്തി തിരിച്ചു പോകാൻ ഇയാൾക്ക് സാധിച്ചു. CCTV ദൃശ്യങ്ങൾ ഇയാൾ ഈ കാര്യത്തിൽ മോഷണത്തിലൊരു പരിചിതനായതുകൊണ്ടാവാം ആദ്യഘട്ടത്തിൽ മാത്രമുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. CCTV തിരിച്ചു വയ്ക്കുക അടക്കം ചെയ്തു. അപ്പോൾ ഇവിടേക്ക് മോഷണം നടത്തി വളരെ പെട്ടെന്ന് തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്തു. ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് അയാൾ അത് എല്ലാം കൊണ്ടുപോകാനുള്ള ഒരു ട്രാവലർ ട്രോളി ഇയാൾ എടുക്കുകയും ചെയ്തത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഇയാൾ ഇവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. ഈ
രീതി തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം ഇങ്ങനെ ഒട്ടും പരിചിതമില്ലാത്തൊരു സ്ഥലത്ത് വളരെ സംസ്ഥാനങ്ങൾക്കപ്പുറത്ത് നിന്ന് കാർ ഓടിച്ച് ഇവിടെ എത്തുക, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു വീട് മറ്റു വീടുകൾ അയാൾ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, ഇവിടേക്ക് എത്തുകയും ചെയ്തു. ആ മുറി കൃത്യമായ ആ മുറിയിലേക്ക് തന്നെ വന്നു, കാര്യങ്ങളെല്ലാം നടത്തി കവർച്ച നടത്തി തിരിച്ചു പോവുകയെല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾക്ക് ഒരു ഇവിടെ നിന്നൊരു പ്രാദേശികമായ സഹായം ഏതെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് ഇന്നിപ്പോൾ ഇയാളെ ഈ മുഹമ്മദ് ഇർഫാനെ കോടതിയിൽ ഹാജരാക്കുകയും 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് ഈ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ ജോഷിയുടെ വീട്ടിൽ അവരെ കുടുംബത്തെ എത്തിച്ച് ഇത് കൃത്യമായി അവരുടെ തന്നെതാണോ എന്നതടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരിശോധന നടത്തി ഉറപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. നേരത്തെയും പോലീസ് ഇതിന്റെ ടവർ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അയാളിലേക്ക് കൂടുതൽ കോളുകൾ എത്തിയിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തീർച്ചയായും ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് മുഹമ്മദ് ഇർഫാനിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഫോണിലെ ഈ കോൾ ലിസ്റ്റുകളടക്കം പരിശോധിച്ചാൽ ഈ സമീപ ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഈ മോഷണം നടന്ന സമീപ മണിക്കൂറുകളിൽ ഇയാളുമായി ബന്ധപ്പെട്ടവരിലേക്ക് അന്വേഷണം എത്താം. ഒരുപക്ഷെ അതിവിദഗ്ധമായി നടത്തിയ ആസൂത്രിതമായി നടത്തിയ കവർച്ചയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഇയാളെ ഫോണിൽ ബന്ധപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കാം. വാട്സപ്പിലൂടെ ആയിരിക്കാം ഫോണിൽ ബന്ധപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ അത്ര എളുപ്പമായിരിക്കുമോ ഡാനി ഇതിന്റെ ആസൂത്രകരിലേക്ക് അന്വേഷണം എത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ പോലീസിനെ സംബന്ധിച്ച്? അന്വേഷണം ആ രീതിയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഒട്ടും സാധിക്കാത്തതുമല്ല. കാരണം ഇതിലും വലിയ കുഴഞ്ഞു മറിഞ്ഞ കേസുകൾ അടക്കം അതിന്റെ ചുരുൾ നിവർത്തുന്നതിന് കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. അതുകൊണ്ട് തന്നെയും ഇതിൽ ഏതെങ്കിലും സംഘങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിക്കാൻ തന്നെ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാൾ പറയുന്നത് അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോവുകയല്ല. നിലവിൽ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്, തെളിവുകൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക. ഇയാളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് തന്നെ ആ പരിശോധനയിലേക്ക് പോകുന്നത്. കൂടുതൽ കോളുകൾ വന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇയാളെ ഈ ദിവസത്തിന് മുൻപായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥലം മറ്റും പരിചിതമാകുന്നതിന് സ്കെച്ചിങ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. പ്രത്യേകിച്ച് പരമ്പള്ളി നഗർ മേഖലയായതുകൊണ്ട് നമുക്കറിയാം കൂടുതൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ അത്തരം ദൃശ്യങ്ങളിൽ നിന്നാണ് ഇയാളുടെ വാഹനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കാരണം അതൊരു വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. അതിനെ ചുറ്റി തന്നെയായിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇയാളിലേക്ക് എത്താൻ സഹായമാവുകയും ചെയ്തത്. ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് പോലീസ് അംഗങ്ങൾക്ക്, ഇതര സംസ്ഥാനത്തെ പോലീസ് അംഗങ്ങൾക്കെല്ലാം തന്നെ കൈമാറിയിരുന്നു. വളരെ പെട്ടെന്ന് കേരള പോലീസ് വിജിലന്റായി ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. വാഹന പരിശോധനയിൽ, CCTV പരിശോധനയിലടക്കം ഈ വാഹനം കേരള അതിർത്തി കടന്നുവന്ന് ബോധ്യപ്പെട്ട ആ നിമിഷത്തിൽ തന്നെയും പോലീസ് കൃത്യമായ വിവരങ്ങൾ മറ്റ് സേനാംഗങ്ങൾക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടി ഉടുപ്പിയിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം കണ്ടെത്തുന്നത് അടക്കം ചെയ്യുന്നത്. ഈ ആഭരണങ്ങൾ നിറഞ്ഞ ബാഗും അടക്കം ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിനടക്കം മറ്റാരും തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനകം ബന്ധപ്പെട്ടിട്ട് ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഒരു വലിയൊരു സംഘം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയം ഈ ആഭരണങ്ങൾ മുഴുവനായിട്ട് തന്നെ ഇയാളുടെ പക്കൽ ഉണ്ടാകുമായിരുന്നില്ല, അത് മറ്റു രീതിയിൽ ചിതറപ്പെട്ടാനെ എന്നെല്ലാം പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇതിൽ ഒരു സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. അത് മാത്രവുമല്ല, ഇയാൾ കേരളത്തിൽ മറ്റിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് സംബന്ധിച്ച് ഈ മുഹമ്മദ് ഇർഫാനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി കേസുകളിലെ പ്രതിയെന്നാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നടത്തിയ കവർച്ചയ്ക്ക് പിന്നിലും ഇർഫാനായിരുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇയാൾ വരുന്നത്, ഇതിനു മുൻപും വന്നിട്ടുണ്ടാകാം.
പോലീസ് പറയുന്നതനുസരിച്ച് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഇവിടെ എത്തിയെന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും അതിസമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു പോഷ് ഏരിയ ആണ് ഈ പനമ്പള്ളി നഗരം, നമുക്കറിയാം. അങ്ങനെ ഒരു മേഖല വെറുതെ കേന്ദ്രീകരിച്ച് ഒരു ഗൂഗിൾ മാപ്പിട്ടെത്തി എന്ന് പറയുന്നതിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇയാളുടെ ഈ കവർച്ചയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്നൊരു സംശയം പോലീസിനുണ്ടോ? അതല്ലെങ്കിൽ തനിച്ച് ഈ ഇർഫാൻ തനിച്ച് സ്ഥലത്തെത്തി പനമ്പള്ളി നഗറിലെത്തി മോഷണം നടത്തി നാട് വിട്ടു അല്ലെങ്കിൽ കേരളം വിട്ടു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്? ആണോ? അങ്ങനെ തന്നെയാണ് പോലീസ് കരുതുന്നതിനെ? ടോം, ഇക്കാര്യത്തിൽ ഇയാളുടെ നേരത്തെയുള്ള മോഷണ രീതികളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഇയാൾ മറ്റിടങ്ങളിലെല്ലാം മോഷണം നടത്തിയത് ഒറ്റയ്ക്ക് തന്നെയാണ്. സ്വയം ചെയ്ത മോഷണം മുതൽ അതിൽ അപഹരിക്കുക, വസ്തുക്കൾ അപഹരിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇക്കാലം അത്രയും പലയിടത്തും അങ്ങനെയാണ്. നേരത്തെ ഇയാൾ ഒരു അവസാന വട്ടം പിടിയിലാകുമ്പോൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് വലിയ അതിസമ്പന്നരുടെ ഏരിയ, ഇവിടെ ഈ ഇടങ്ങളെല്ലാം ഇയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ തന്നെ പലയിടങ്ങളിലും തന്നെ ഇയാൾക്ക് കൃത്യമായ ഒളിയിടങ്ങളുണ്ട് എന്ന് തന്നെ പോലീസ് പറയുന്നു. ഇവിടങ്ങളിലെല്ലാം താമസിച്ചുകൊണ്ട് ഇയാൾ നിരീക്ഷിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡിൽ ഇയാൾ അധികം ആരെയും തന്നെ ഉൾപ്പെടുത്താത്ത രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്തു പോകുന്ന രീതിയിൽ തന്നെയാണെന്ന് പറയുന്നത്. മാത്രമല്ല പോലീസിനോട് ഇയാൾ നേരത്തെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെ ഒരു വാർത്തകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ അതിലെല്ലാം പറയുന്നത് ഇയാൾ ഈ റോബിൻ ഹുഡ് കണ്ട് ആ രീതിയിലുള്ള പ്രചോദനം, അതിൽ നിന്നെല്ലാം പല രീതിയിലും പലർക്കും പ്രചോദനം ഉണ്ടാകും. പക്ഷെ ഇയാൾ ഉൾക്കൊണ്ടത് ഈ മോഷണം എടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ വന്നതാണ്. അതുകൊണ്ട് താൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിൽ വലിയ രീതിയിൽ മോഷണ മുതലുകൾ ഇയാൾ ഇതിനു മുൻപും പലപ്പോഴും തന്നെ ആക്കിയിട്ടുണ്ട്. പലയിടത്തു നിന്ന് കവർച്ച നടത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങളിലായി 19ഓളം കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതായി പോലീസിന്റെ അറിവിൽപ്പെട്ടത് അത്രമാത്രമാണ്. മറ്റിടങ്ങളിൽ മോഷ്ടിക്കപ്പെട്ടത് സംബന്ധിച്ച ഇയാൾ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ എല്ലാം കൂടി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവത്തിലുള്ളതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായ വിവരങ്ങളോടുകൂടി കൃത്യമായ രീതിയിൽ പിടിക്കപ്പെടുന്ന കേസുകൾ മാത്രമാണ് ഇയാൾ സമ്മതിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഇയാൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നേരത്തെയും ആ പോലീസിനോട് മറ്റൊരു കേസിൽപ്പെട്ട് ഗോവയിലൊരു കേസിൽ പെടുമ്പോൾ തന്നെയും തിരുവനന്തപുരത്തെ മോഷണം നടത്തിയ കാര്യം പോലീസിനോട് അതിൽ കേരളത്തിൽ നിന്നാണ് പിന്നീടുള്ള ഒരു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്ത് നടത്തിയ മോഷണം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ രാജ്യമാകെ നടന്ന വലിയ രീതിയിൽ മോഷണം നടത്തുന്ന ഒരാളാണ് മുഹമ്മദ് ഇർഫാൻ എന്നാണ് പോലീസിന് ഇതുവരെ വെളിപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇയാൾക്ക് പ്രത്യേക സംഘങ്ങൾ ഇല്ല എങ്കിൽ കൂടിയും പോലീസ് എല്ലാ സാഹചര്യവും പരിശോധിക്കുകയാണ്. എന്താണ് ഇയാൾക്ക് ഈ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ട് കവർച്ച നടത്തുവാൻ മറ്റേതെങ്കിലും രീതിയിലൊരു സാഹചര്യം അനുകൂലമാക്കുന്നതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടന്നൊരു മോഷണത്തിന്റെ ശൈലി വെച്ചുകൊണ്ടാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു മുറിയിലേക്ക് വലിയ തടസ്സങ്ങളില്ലാതെ കയറി ചെല്ലാൻ കഴിഞ്ഞതും അവിടെ നിന്ന് ഈ ലോക്കർ പൂട്ടിയിട്ടില്ലാത്ത ഒരു ലോക്കറിലേക്ക് തന്നെ കാര്യങ്ങൾ ഇയാൾക്ക് എളുപ്പമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ പ്രാദേശികമായ ആരെങ്കിലും രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ടോം, ഡാനി, ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് അറിയണം. ഒന്ന്, പോലീസ് പറയുന്നതനുസരിച്ച് ബീഹാറിലെ ഒരു പഞ്ചായത്തിന്റെ ചുമതലയുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ. ആ വാഹനത്തിലാണ്, ഭാര്യയുടെ വാഹനത്തിലാണ് കൊച്ചിയിലേക്ക്, കാർ മാർഗം കൊച്ചിയിലേക്ക് എത്തിയത്. 6 സംസ്ഥാനങ്ങളിൽ, ഡാനി തന്നെ സൂചിപ്പിച്ചു, വിവിധ സംസ്ഥാനങ്ങളിൽ കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന്. ഏതെങ്കിലും കേസുകളിൽ ഇതിനു മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോമ, ഇയാളെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൗതുകകരമായ പല കാര്യങ്ങളും തന്നെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോബിൻ ഹുഡ് എന്ന അത്തരമൊരു കഥയിൽ നിന്നാണ് ഇയാൾ ഈ രീതിയിലേക്ക് മോഷണം നടത്തുക, തന്റേതായ ഒരു ശൈലി വികസിപ്പിച്ചെടുക്കുക എന്നതെല്ലാമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇയാളെ സംബന്ധിച്ച നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ, ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ അങ്ങേയറ്റം കൗതുകം ജനിപ്പിക്കുന്നതാണ്. കാരണം ഇയാൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട രീതിയിൽ തന്നെയാണ് അവിടെ ജീവിക്കുന്നതെന്നതാണ്. ഇതിൽ ഇയാളുടെ
ഭാര്യ അവിടെ സീതാമർഹി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ അവിടെ ആ ജില്ലയുടെ പഞ്ചായത്തിന്റെ അധ്യക്ഷയാണ്. അവർക്ക് അതിൽ വഴി ലഭിക്കുന്ന ആ ഒരു ബോർഡ്, അതായത് നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ വാഹനത്തിന് മുകളിൽ എഴുതി വയ്ക്കുന്ന ലോഗോയോടുകൂടിയ ബോർഡെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ആ ഒരു ഐഡന്റിറ്റിയാണ് ഇയാളുടെ വാഹനത്തിന് മുന്നിൽ വെച്ചിരുന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ബോർഡ് അതായിരുന്നു. അത് തന്നെയാണ് ഇവിടെ കുടുങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവുമായത്. ഈ ബോർഡ് ഘടിപ്പിക്കുമ്പോൾ വലിയ രീതിയിലൊരു ചെക്കിംഗ് ഇല്ലാതെ തന്നെ ഇയാൾക്ക് പരിശോധനയില്ലാതെ കടന്നു പോകാൻ കഴിഞ്ഞിരുന്നു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു ഹോണ്ട അക്കോർഡ് കാറിലായിരുന്നു, ഒരു വെള്ള കാറിലായിരുന്നു ഘടിപ്പിച്ചിരുന്നത്. ഒരു ആഡംബര കാറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാറിൽ ഇയാൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാനടക്കം എല്ലാം തന്നെ സാധിച്ചിരുന്നു. ഈ മോഷണ മുതൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ തന്റെ ഗ്രാമത്തിൽ ചില കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു എന്നതാണ് നേരത്തെയുള്ള ഇയാളുടെ ഒരു ക്രൈം റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പറയുന്നത്. അവിടെ സാധു യുവതികളുടെ വിവാഹം വരെ നടത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം റോഡുകൾ ചിലത് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ തുക പല രീതിയിൽ തന്നെ അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന മോഷണ മുതലിന്റെ ഒരു വലിയൊരു ഭാഗം ആ രീതിയിൽ ചെലവഴിച്ചു എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ നാട്ടിൽ അയാളെ അങ്ങനത്തെ ഒരു പരിവേഷത്തിലേക്കെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. ബീഹാറിന്റെ റോബിൻഹുഡ് എന്നെല്ലാമല്ല ഒരു ഹീറോ പരിവേഷമെല്ലാം തന്നെ അയാൾക്ക് ഉണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യവും ആ രീതിയിലായിരുന്നു. പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അദ്ദേഹം അതിന് വ്യക്തമായൊരു മറുപടി നൽകി. നമ്മൾ എന്താണെങ്കിലും ഇദ്ദേഹത്തെ മോഷ്ടാവായി തന്നെ മാത്രമേ കാണാനുള്ളൂ. മോഷണം മുതൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആ രീതിയിലേക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നതടക്കം പോലീസ് കമ്മീഷണർ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ ഇതാണ്. ഈ രീതിയിൽ ബീഹാറിൽ നിന്ന് ഇവിടേക്ക് എത്തി വാഹനം ഓടിച്ച് ഇവിടെ എത്തി മോഷണം നടത്തി തിരിച്ചു പോകുന്നു. അതിൽ വലിയൊരു കൗതുകമുണ്ട്. ഇങ്ങനെ മോഷണം നടത്തി കടന്നു പോകാൻ കഴിയുമോ എന്ന കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. അയാളുടെ അത്തരം ആ രീതികളേക്കാൾ കൗതുകവുമാണ് അയാൾ അതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നതും നമ്മളിവിടെ ചേർത്ത് വയ്ക്കുകയാണ്. എന്തായാലും ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്നിരിക്കുന്നു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൗതുകമുള്ള ഒരു കഥയാണ് ഈ ബീഹാറിലെ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാനെ കുറിച്ച് പറയാനുള്ളത്. മുൻപ് നമുക്കറിയാം വിമാനത്തിൽ കേരളത്തിലെത്തി കവർച്ച നടത്തിയ ബണ്ടി ചോറിന്റെ കഥകളെക്കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇത്തരത്തിൽ മറ്റൊരു സംസ്ഥാനത്തു നിന്നും ബീഹാറിൽ നിന്നും കാർ മാർഗം 2500 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കേരളത്തിലെത്തി വലിയ കവർച്ച നടത്തുന്ന കോടികളുടെ കവർച്ച നടത്തുക, സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടത്തിയ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ബീഹാറിലെ റോബിൻഹുഡായ മുഹമ്മദ് ഇർഫാൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ ജോഷിയുടെ വീട്ടിൽ മാത്രമായിരുന്നില്ല, സമീപത്തുള്ള മറ്റ് പല വീടുകളിലും മോഷണശ്രമം നടന്നിരുന്നു. ഇതോടൊപ്പം കൊച്ചി നഗരത്തിൽ അന്നേ ദിവസം തന്നെ കൊച്ചി നഗരത്തിൽ പുലർച്ചെ ഇടപ്പള്ളിയിലെ ഒരു ജ്വല്ലറിയിലും കവർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നിൽ ഇയാൾക്ക് പങ്കുണ്ടോ അല്ല മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. ഇതോടൊപ്പം ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കവർച്ച നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. തുടർച്ചയായി പല ദിവസങ്ങളിലും കവർച്ച നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് രാത്രിയിൽ സ്വൈരമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കർണാടകയിൽ, അതായത് സമീപ സംസ്ഥാനത്തെ കർണാടകയിൽ നിന്നുള്ള വൻ മോഷ്ട സംഘമാണ് ഇതിന് പിന്നിൽ നിന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത പരിശോധിക്കാം. കാസർഗോഡ് ജില്ലയിലെ കവർച്ചാ പരമ്പരയെക്കുറിച്ച് പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. പ്രതിഷേധവും രോഷവുമാണ്. കാസർഗോഡ് ജില്ലയിലെ കവർച്ചാ പരമ്പരയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. തൃക്കരിപ്പൂരിലും ഉപ്പള സോങ്കാലിലും വീടുകൾ കുത്തിത്തുറന്ന് പണവും സ്വർണവും കവർന്നു. ഇത്തരത്തിൽ കവർച്ചകൾ പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുമ്പളയിലും വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും അപഹരിച്ചിരുന്നു. KV ബൈജു ചേർന്നു കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. ബൈജു, നമുക്കറിയാം ഈ സമീപ ദിവസങ്ങൾ പരിശോധിച്ചാൽ മാത്രം കാസർഗോഡ് ഒട്ടനവധി കവർച്ചാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച, വാഹനങ്ങളിൽ, അതായത് ഇരുചക്ര വാഹനങ്ങളിലെത്തി വഴിയാത്രക്കാരുടെ മാല കവരുന്ന സംഘങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്തർ സംസ്ഥാന മോഷണ സംഘമാണെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഏതെങ്കിലും മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ബൈജു?
ടോമെ, ഇന്ന് 2 സ്ഥലങ്ങളിലാണ് കവർച്ച നടന്നത്. തൃക്കരിപ്പൂരിലും ഉപ്പള സോങ്കാലിലും. ഈ ഉപ്പള സോങ്കാലിലെ കവർച്ചയുടെ വിവരങ്ങൾ കേട്ടാൽ ആരും ഭയപ്പെടും. അത്തരത്തിലുള്ള ഒരു കവർച്ചയാണ് ഇന്ന് നടന്നത്. അതായത് ബദറുൽ മുനീർ എന്ന ഒരാളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഇവിടെ ഇയാളുടെ ഈ ഇത്തരത്തിൽ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ്, ഇവർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് ഈ കവർച്ച നടന്നത്. ഈ സമയത്ത് ബദറുൽ മുനീറിന്റെ പിതാവ്, സമീപത്തായി താമസിക്കുന്ന പിതാവ് ഇതുവഴി പോകുമ്പോൾ സംശയം തോന്നി ഈ വീട്ടിലേക്ക് നോക്കിയപ്പോഴാണ് 6 പേർ ഇത്തരത്തിൽ 2 ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 6 പേരാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. ഇവർ ഈ പിതാവ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പിതാവിനെ ആക്രമിച്ചു. മാത്രമല്ല തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഇവർ ഈ ഇത്തരത്തിൽ 5 പവനും അതുപോലെ തന്നെ ഇവിടുന്ന് പണവും കവർന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാലും ഈ ഉപ്പള സോങ്കാൽ എന്ന് പറയുന്നത് കർണാടക അതിർത്തിയോട് പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഈ കർണാടകയും അതുപോലെ തന്നെ മലയാളവും കലർന്ന ഭാഷയിലാണ് ഇവർ സംസാരിച്ചതെന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ 6 പേരടങ്ങുന്ന ഒരു സംഘം, അതും 7:30 വൈകിട്ട് സന്ധ്യയ്ക്ക് 7:30ക്കാണ് ഈ കവർച്ച നടന്നത്. തൃക്കരിപ്പൂർ ആകട്ടെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഇവിടെ നിന്നും 5.5 പവൻ സ്വർണ്ണമാണ് കവർന്നത്. ഒപ്പം ഇവിടെ നിന്നും പണവും കവർന്നു. ഇവർ വീട്ടുകാർ ബംഗളൂരുവിലെ മകളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. എന്തായാലും നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കുമ്പള ശാന്തിപ്പള്ളത്ത് 15.5 പവൻ ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഈ ഒരു കേസിനും ഇതുവരെ പോലീസിന് തുമ്പൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും അന്തർ സംസ്ഥാന ബന്ധമുള്ള കുറ്റവാളികളാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത് എന്നുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിനും വലിയ പരിമിതിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉപ്പള സോങ്കാലിനടുത്ത് ഉപ്പള നഗരത്തിൽ ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ, അതായത് 1/2 കോടിയോളം രൂപ തട്ടിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അത് പട്ടാപ്പകലായിരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിലും ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഈ കവർച്ച ഇത്തരത്തിൽ പെരുകുന്നത് വലിയ അതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ബൈജു, ഇത്രയും കവർച്ചകൾ പെരുകുമ്പോഴും പോലീസ് എന്തുകൊണ്ടാണ് ഉണരാത്തത്? സാധാരണ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. പലയിടങ്ങളിലും മോഷണത്തെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകളെ, ജനങ്ങളെ ആക്രമിക്കുന്ന പ്രവണതകൾ പോലും ഈ സമീപകാലത്തുണ്ടായിരുന്നു. ഇത്രയും കവർച്ചകൾ ഉണ്ടായിട്ടും പോലീസിന്റെ വേണ്ട രീതിയിലുള്ള ഒരു പട്രോളിംഗ് അവിടെ നടക്കുന്നില്ലേ? അതോടൊപ്പം അറിയേണ്ടത്, ബൈജു സൂചിപ്പിച്ചു, 6 അംഗ സംഘമാണ് ഈ തൃക്കരിപ്പൂരിലെയും ഉപ്പളയിലെയും ഒക്കെ കവർച്ചയ്ക്ക് പിന്നിലെന്ന്. അതിന്റെ വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുമുണ്ട്. ഇത് അന്തർ സംസ്ഥാന മോഷണ സംഘമാണെങ്കിൽ എങ്ങനെയാണ് ഈ വീട്ടിൽ ആളില്ല എന്ന കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ സമീപത്തുള്ള ആളുകളാണോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്? അതല്ലെങ്കിൽ ഈ കവർച്ചയിൽ ഈ സമീപത്തുള്ള ആളുകൾക്ക് പങ്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തുമ്പ് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, തൃക്കരിപ്പൂരിലെ കേസല്ല പറഞ്ഞത്, മഞ്ചേശ്വരം ഉപ്പള സോങ്കാലിലാണ്. അതാണ് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശം. തൃക്കരിപ്പൂർ കണ്ണൂർ ജില്ലയോട് പങ്കിടുന്ന പ്രദേശമാണ്. ഈ ഉപ്പള സോങ്കാലാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിൽ 2 ബൈക്കുകളിലായി എത്തിയ 6 പേർ ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. ഇവരെ കൃത്യമായി വീട്ടുകാർ ഇവരുടെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് 100-ലധികം CCTV ക്യാമറകളാണ് പരിശോധിച്ചത്. പക്ഷേ ഇതുവരെ 1 മാസമായിട്ടും ഈ കേസിൽ പോലീസിന് ഒരു തുമ്പും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് സംഘമൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പിതാവ് ഈ വീട്ടിലെ വെളിച്ചവും ഇത്തരത്തിൽ ആൾക്കാരുള്ള ഒരു ഇത് കണ്ടുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോവുകയും ഈ ഇരുചക്ര വാഹനം കണ്ടതുകൊണ്ട് സംശയം തോന്നിയാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഈ മോഷ്ടാക്കൾ ഈ പിതാവിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇവർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കവർച്ചകൾ എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ നമുക്കറിയാം സ്വർണ്ണ വിലയൊക്കെ ഇപ്പോൾ വലിയ തോതിൽ കുതിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കവർച്ചക്കാർ ഇത്തരത്തിൽ പെരുകുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുവരെ പോലീസിന് ഇതുവരെ പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ATM കവർച്ച പോലെ തന്നെ ഈ സംഘം കർണാടകയിലേക്ക് കടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മലയാളവും കന്നഡയും ഇടകലർന്ന ഒരു ഭാഷയാണ് ഇവർ സംസാരിച്ചതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതായാലും പ്രാദേശിക സഹായം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കവർച്ചകളിലെല്ലാം ഈ വീട് പൂട്ടി ബന്ധുവീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ കവർച്ച നടന്നതെന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രാദേശിക സഹായം ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് വേണം കവരാൻ. എന്തായാലും വലിയ സംഘം തന്നെ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘം തന്നെ ജില്ലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നിരവധി കവർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല കവർച്ചാ ശ്രമവും പല സ്ഥലങ്ങളിലും ഉണ്ടായി. ഇത്തരത്തിൽ വലിയ
വലിയ കവർച്ചകൾ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു സംഘം ഇത്തരത്തിൽ വരുന്നു എന്നാണ് എന്തായാലും പോലീസിന്റെ പ്രാഥമികമായുള്ള നിഗമനം. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. എന്തായാലും കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മഞ്ചേശ്വരം പോലീസാണ് ഇത് സംബന്ധിച്ച് സോങ്കാലിലെ കവർച്ച സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതെങ്കിൽ തൃക്കരിപ്പൂരിലെ അന്വേഷണം ചന്ദര പോലീസാണ്. ഇപ്പോഴും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഈ സമീപ ദിവസങ്ങളിൽ അവിടെ നടന്ന കവർച്ചകളെ കുറിച്ച്, അതോടൊപ്പം ഈ ഏറ്റവും കൂടുതൽ ആളുകളെ സംബന്ധിച്ച് ഭീതിയിലാഴ്ത്തിയ സംഭവങ്ങൾ, അതായത് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, ഇരുചക്ര വാഹനങ്ങളിലെത്തി കവർച്ച നടത്തുന്ന സംഭവങ്ങൾ ഈ കാസർഗോഡ് കുമ്പള കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ഒരു മാസം മാർച്ച് മാസത്തിൽ മാത്രം 10-ലധികം സമാനമായ രീതിയിലുള്ള കവർച്ചകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കേസുകളിലൊക്കെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നു. അത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘമായിരുന്നതിന് പിന്നിലെന്ന് പറഞ്ഞിരുന്നു. കവർച്ച ചെയ്ത ബൈക്കിലെത്തിയാണ്, അതായത് മോഷ്ടിച്ച ബൈക്കിലെത്തിയാണ് കവർച്ച നടത്തിയതെന്നും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ആ കേസുകളുടെയൊക്കെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ടോമെ, ഇതും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. ഈ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിലെത്തുകയും ഹെൽമെറ്റ് ധരിച്ചെത്തി ഇത്തരത്തിൽ മാല പൊട്ടിക്കുന്ന ഒരു പ്രവണത. അതായത് ഈ വർഷം മാത്രം 50-ൽ കൂടുതൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡിന്റെ സമീപ പ്രദേശത്ത് ഇത്തരത്തിൽ മാല തട്ടിപ്പറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഏതായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾ നേരത്തെ ബേക്കൽ, അതുപോലെ തന്നെ മേൽപ്പറമ്പ് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി ഇത്തരത്തിൽ ബൈക്കിൽ എത്തി മാലമോഷണ കേസിലെ പ്രതിയാണ്. ഈ 15 കേസുകളിൽ ഇത്തരത്തിൽ പ്രതിയായ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇത്തരത്തിൽ കേസ് തെളിയിക്കാതെ കിടക്കുന്നുണ്ട്. അന്ന് CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ നേരത്തെയും പ്രതിയായതുകൊണ്ട്, ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയായതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താൻ സാധിച്ചു. ആ കേസിൽ ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഇത്തരത്തിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന മോഷണം നടത്തുന്നത്. എന്തായാലും ഇപ്പോഴും പല ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം ചോദിച്ചെത്തുക, അല്ലെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുന്നവരുടെ മാല തട്ടിപ്പറിക്കുക, CCTV ഇല്ലാത്ത പ്രദേശങ്ങളിൽ, അതായത് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച ബൈക്കിൽ പലപ്പോഴും മോഷ്ടിച്ച ബൈക്കുകളായിരിക്കും ഇവർ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ കേസിൽ 15 കേസ് ഇത്തരത്തിൽ വന്നപ്പോഴാണ് പോലീസ് പ്രത്യേക ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടത്തിയ നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് ആ പ്രതി പിടിയിലാകുന്നത്. അതേ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡിന് സമീപം ബാങ്കിലേക്ക് പോവുകയായിരുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഴുത്തിൽ നിന്ന് ഇത്തരത്തിൽ മാല പൊട്ടിച്ച് കടന്നളഞ്ഞത്. ഇതെല്ലാം ആ കേസിൽ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇയാളിപ്പോൾ ജയിലിലാണ്. ഇനിയും ഇത്തരത്തിൽ മാല മോഷണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളെ പിടികൂടാൻ എന്തായാലും ഉണ്ട്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഈ മോഷണങ്ങളൊക്കെ ജില്ലയിൽ ഉണ്ടാക്കുന്നത്. ഏതായാലും കാലവർഷത്തിന് സമയത്ത് ഇത്തരത്തിൽ മോഷണങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ സമയത്തും ഇത്തരത്തിൽ സന്ധ്യാസമയത്ത് പകലും ഒക്കെ കവർച്ച നടക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ കേസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രതികളെ കുറിച്ച് സൂചന പോലും ലഭിക്കാത്ത രീതിയിലുള്ള കുറ്റവാളികൾ, അത്തരത്തിലുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ എന്തായാലും നിലനിൽക്കുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പല കേസുകളിലും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിയാത്തതാണ് നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്കയിലാഴ്ത്തുന്ന കാര്യം. ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില 54,040 രൂപയാണ്. നമ്മളൊക്കെ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നവരാണ്, അങ്ങനെ ഒരു പൊതു സ്വഭാവം മലയാളിക്കുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സ്വർണത്തിന് വില കുതിച്ചുയരുമ്പോൾ വീട്ടിൽ സ്വർണം വയ്ക്കുന്നത് വലിയ രീതിയിൽ അപകടം ക്ഷണിച്ചു വരുത്താം. കള്ളന്മാർ, കവർച്ചാ സംഘങ്ങൾ വ്യാപകമായ രീതിയിൽ പല മേഖലകളിലും ഇറങ്ങിയിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാർ അതിന് പിന്നിലുണ്ട്. പ്രാദേശിക സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വീട് പൂട്ടി പുറത്തു പോകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ്, അങ്ങനെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച നടത്തുന്നത്. സ്വയം ജാഗ്രത പുലർത്തുക, വീടുകളിൽ സ്വർണം സൂക്ഷിക്കാതിരിക്കുക, വലിയ രീതിയിലുള്ള തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാതിരിക്കുക. കാരണം ഇത്തരം അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. കേരളം മുഴുവൻ ഒരുമിച്ച് സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ പോലീസ്
നടപടിയിൽ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടും വിവാദം അവസാനിക്കുന്നില്ല. ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചാണ് പൂരം നടത്തിയതെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ ഇനി തയ്യാറല്ലെന്നും പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും, പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അന്നുണ്ടായത്. മാത്രമല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും, മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും, ഇവിടെ വന്നാലൊക്കെ മാറി. പോലീസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല, കുറേ കൂടി ജനകീയമാവണം. അപ്പോൾ ഈ ഞങ്ങളുടെ ആവശ്യം എന്താണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനം, അത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട്, അത് മന്ത്രിസഭാ യോഗം കൂടി, ഇനി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തൃശ്ശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തരാം. സുരക്ഷാ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ജനങ്ങളുടെ സുരക്ഷ, മറ്റുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ വർഷവും യോഗം കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളെ വിളിച്ച് ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. സംഭവത്തിന് പിന്നാലെ കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കുമെതിരെ നടപടി ഉണ്ടായിരുന്നു. നടപടിക്ക് ശേഷവും പൂരത്തിലെ രാഷ്ട്രീയ വിവാദം ഒടുങ്ങുന്നില്ല. ചടങ്ങുകൾ അലങ്കോലമായതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സുരേഷ് ഗോപിയും പ്രതികരിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു. തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെടുന്നത്. ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ തല്ലിയത് വരെ ആദ്യത്തെ ചരിത്രമാണല്ലേ. അവരക്രമത്തിന് വന്നതല്ലല്ലോ. അവരുടെ ആസ്വാദനമില്ലെങ്കിൽ ഈ പൂരപ്രേമികൾ മാത്രമല്ല, ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്ത് നിന്ന് ഒരുപാട് കമേഴ്ഷ്യൽസ് അല്ലേ. ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും? ഇതെല്ലാം ബിസിനസ് അല്ലേ. പൂരപ്പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവടമാണ് നടക്കുന്നത്? അതിന് GST ഇല്ലേ? അത് വരുമാനമല്ലേ? എക്സിബിഷൻ മുടക്കിച്ചില്ലേ? ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്റ്റാള് പൂട്ടിച്ചില്ലേ? അറിഞ്ഞോ നിങ്ങൾ? എന്നെ 2 മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് 2:10 പുറപ്പെട്ട് അവിടെ ഒരു 2:20 എത്തി. എന്നെ 3/4 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണോ അവരെല്ലാം വിളിച്ച് കെഞ്ചിയതാണ്. എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു. എന്നിട്ടും സേവാഭാരതിയാണ് വന്ന് എന്നെ അവിടെ എത്തിച്ചത്. അവിടെ പോയി അവരോട് സംസാരിച്ചു. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരടുത്ത് പോയി സംസാരിച്ചു. അവർക്ക് അതിൻ്റെ ന്യായം മനസ്സിലായി. അവർ വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു. വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ്. ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം.
അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദു മാഡത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല, ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചട്ടം പ്രശ്നമില്ല. തൃശ്ശൂർ പൂരം മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. 2 മന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര് തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞാൽ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് അന്വേഷിക്കണതെന്ന്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു കമ്മീഷണറുടെ ഇത് മാത്രം. ഈ കമ്മീഷണറാണ് സർവപ്രതാപി. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് എന്താ ജോലി? തൃശ്ശൂർ പൂരം തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 10:30 മണി തൊട്ട് ബഹളമാണ്. 2 മന്ത്രിമാരുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഉറക്കം ഫുൾ ടൈം. ഈ കമ്മീഷണർ രാത്രി മുഴുവൻ, രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോ തൊട്ട് വെളുപ്പാങ്കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണോ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്ത് ഇതേ ഇരിക്കരുതല്ല. ആഭ്യന്തര വകുപ്പ് ഒഴി, അതിന് യോഗ്യതയില്ലെങ്കിൽ. ഇതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളല്ലേ? ഒരു കമ്മീഷണർ അലങ്കോലം കാണിക്കുകയാണെന്ന് ഒരു രാത്രി മുഴുവൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ നടപടി ഉണ്ടായിട്ടും പൂരവിവാദം അവസാനിക്കുന്നില്ല. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുരേഷ് ഗോപി തന്നെ തുറന്നടിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുരളീധരനും VD സതീശനും ആവശ്യപ്പെടുന്നു. അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടേറിയ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ഇത്തരമൊരു വിവാദം ഉയർന്നിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്? അതായത് ഇത് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വളരെ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. കമ്മീഷണർ പലരെയും തടയുന്നു. ആനയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയ ആളുകളെപ്പോലും തടയുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ CCTV ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും വലിയ അതൃപ്തി ഉണ്ടായി. അതായത് കമ്മീഷണറുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ അസിസ്റ്റന്റ് കമ്മീഷണറെയും ബലിയാടാക്കുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത് എന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കമ്മീഷണറെ മാത്രം ഇപ്പോൾ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും പ്രതിക്കൂട്ടിലാക്കി ഈ പ്രശ്നത്തിൽ നിന്നും കൈയൊഴിയാനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ആജ്ഞ? ടോം, അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ സമയത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കമ്മീഷണറുടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നീക്കം വഴിവെച്ചു എന്നുള്ള വിലയിരുത്തലുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് പോലും ഉണ്ടായത്. മുൻപ് കമ്മീഷണർ ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ ACPയുടെ തലയിൽ വെച്ച് മാറ്റുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതേ തുടർന്ന് പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്നാണ് കമ്മീഷണർക്കെതിരെ കൂടി നടപടി ഉണ്ടായത്. കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാനുള്ള നടപടിയാണ്. തൽക്കാലം അവർക്ക് മറ്റു ചുമതലകളൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും അടിയന്തരമായി മുഖ്യമന്ത്രി എടുത്ത നടപടി ഇതാണ്, ഇവരെ 2 പേരെയും സ്ഥലം മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇതേ തുടർന്നും മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ആരോപണം മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ തൃശ്ശൂർ പൂരനഗരിക്ക് സമീപമുള്ള വലിയ ഹോട്ടലുകളിൽ, വൻകിട ഹോട്ടലുകളിൽ സൗജന്യമായി മുറികൾ ബുക്ക് ചെയ്തിരുന്നു. അതെന്തിനാണ് എന്ന് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നൊരു കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഇതിൽ നടപടി ഉണ്ടാകണം, ഇതിൽ അന്വേഷണം ഉണ്ടാകണം എന്നൊരാവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി
VS സുനിൽകുമാർ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും അതല്ലെങ്കിൽ മുരളീധരൻ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ഇതിനകത്ത് കോൺഗ്രസ് ഇന്ന് നമ്മളോട് തന്നെ റിയാക്ട് ചെയ്തത് ഇങ്ങനെയാണ്. തൃശൂർ പൂരത്തിൽ ഉണ്ടായത് എന്താണ്? അത് സുരേഷ് ഗോപിക്ക് തട്ടകം ഉണ്ടാക്കി കൊടുക്കാൻ CPM-ന്റെ അറിവോടുകൂടി ആണ് പോലീസ് ഇത്തരത്തിൽ അവിടെ പൂരം അലങ്കോലപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊണ്ടത് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ശബരിമലയിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെയാണ് ശബരിമലയിൽ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ വോട്ട് കൂടിയത്, BJPക്ക് വോട്ട് ശതമാനം കൂടിയത്. അത് തന്നെയാണ് ഇവിടെയും CPM ലക്ഷ്യമിടുന്നത് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ആണ് ഈ ഒരു ഇടപെടൽ, പോലീസിന്റെ ഈ ഒരു ഇടപെടൽ വഴിവെച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും പോലീസാണെങ്കിലും ഭരണകൂടമാണെങ്കിലും അങ്ങേയറ്റം വിവേകശൂന്യമായ നടപടികളിലൂടെ ജനരോഷത്തെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള ആരോപണ ശക്തമാണ്. ഇത്തരം നീക്കം അപലപനീയമാണ് താനും എന്ന് തന്നെയാണ് ഓരോ കക്ഷികളും ആരോപിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷവും ഇതേ സിറ്റി പോലീസ് കമ്മീഷണർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. രാത്രി പൂരം തടയാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് നേരെ ലാത്തി വീശിയിരുന്നു. എന്നിരുന്നാൽ അതൊരു ചെറിയ ചർച്ചകളിൽ ഒതുങ്ങി ആ ഒരു അവസ്ഥ, ഒരു സംഘർഷപൂർണമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നത് തടയാൻ അന്ന് ദേവസ്വം ബോർഡ് ഇടപെട്ടത് കൊണ്ട് കഴിഞ്ഞു. അതേ കമ്മീഷണറെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ഇടപെടലുകൾ നടത്തി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ തൃശൂർ പൂരവും ഒരു വിവാദ വിഷയമാക്കി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷെ സുരേഷ് ഗോപി തന്നെയാണ് ആദ്യം പറഞ്ഞത് ആജ്ഞ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരായിരിക്കും? സുരേഷ് ഗോപിക്ക് അനുകൂലമായ ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരം ഒരു പൂരത്തിൽ പ്രശ്നമുണ്ടായി, വിവാദമുണ്ടായി എന്ന് ആരോപിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഗൂഢാലോചന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലെങ്കിൽ പൂരത്തിന്റെ രീതികൾ അതിനെപ്പറ്റി അറിവില്ലായ്മയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിന്റെ ചുമതലകളെ ഏൽപ്പിച്ചു എന്നൊരു അക്ഷന്തവ്യമായ തെറ്റാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് വേണം പറയാൻ. പൂരത്തിൽ തന്നെ പൂരം തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ അനുസരിച്ച് നടന്ന ചർച്ചകൾ അനുസരിച്ച് രാത്രി 2 മണിക്കാണ് പ്രധാന റോഡുകൾ അടയ്ക്കും എന്നറിഞ്ഞിരുന്നത്. പക്ഷെ 10:00 തന്നെ അതിനുള്ള നടപടികൾ പോലീസ് ചെയ്യുന്നു. തൃശൂർ പൂരത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗൃഹാതുരമായ ഒരു മൊമെന്റാണത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പൂരത്തെ കൊണ്ടെത്തിച്ചതിൽ അങ്ങേയറ്റം പ്രതിഷേധം അങ്ങോളം ഇങ്ങോളം ഉണ്ട് താനും. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കുമെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും രാഷ്ട്രീയ വിവാദം അവസാനിച്ചിട്ടില്ല. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. സുന്ദരിത്തട്ടുകട ഇപ്പോ ഈ അജണ്ട സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ലോൺ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ഉണ്ടായിരിക്കെ ബാങ്കിന്റെ ധൃതി പിടിച്ചുള്ള ജപ്തി നടപടി എന്തിനെന്നാണ് ചോദ്യമുയരുന്നത്. ബാങ്ക് മാനേജരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJPയും കോൺഗ്രസും ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നെടുങ്കണ്ടത്ത് നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഏറെ ദാരുണമായ സംഭവമായിരുന്നു ഈ ജപ്തി നടപടിക്കിടെ നെടുങ്കണ്ടത്ത് വീട്ടമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവം. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നു. ബാങ്ക് കഴിഞ്ഞ 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യം? ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മാത്രം മതിയോ? ടോം, തീർച്ചയായും വലിയ ദാരുണപരമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജപ്തി നടപടിക്കായി ഉദ്യോഗസ്ഥർ പോലീസിന് എത്തിയപ്പോൾ
വീട്ടമ്മ സ്വയം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് തൊട്ടടുത്ത ദിവസം മരണം സംഭവിക്കുകയായിരുന്നു. ഈ വീടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു കടബാധ്യത നിലനിന്നിരുന്നു. ഈ ബാധ്യത മുൻപ് ഉണ്ടായിരുന്ന ഉടമസ്ഥന്റെ പേരിലുണ്ടായിരുന്ന ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ 2017-18 കാലയളവിൽ ഈ വീട് വിലയ്ക്ക് വാങ്ങിയത്. ഈ സമയത്ത് തുടർന്ന് ഈ വായ്പ അടച്ചുകൊള്ളാമെന്ന് ഇവർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വിവിധ സാമ്പത്തിക പ്രതിസന്ധികളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. മാതാപിതാക്കൾക്ക് അസുഖം ബാധിച്ചു, ഒപ്പം മാതാപിതാക്കളുടെ മരണം, ഒപ്പം ഇവർക്ക് അസുഖം ബാധിച്ചു, ഭർത്താവിന് വിവിധ അസുഖങ്ങൾ ബാധിച്ചു. അങ്ങനെ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഈ വിവരങ്ങളൊക്കെ പല ബാങ്കിനെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും അത് ചെവിക്കൊണ്ടില്ല. ഒപ്പം ഈ തുക വലിയ ഒരു തുകയിലേക്ക് മാറുകയും പിഴപ്പലിശയടക്കം വലിയ തുകയായി മാറുകയും ചെയ്തു. ഇവർക്ക് അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ചും ഒരു തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഇടവേള തരണം എന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാതെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ സാന്നിധ്യത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള അധികൃതർ എത്തിയത്. ഇതാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ഒപ്പം വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത സാഹചര്യം, തുടർന്ന് മരണം സംഭവിക്കുകയും ഇടയാക്കുകയും ചെയ്തത്. പ്രിൻസ്, ഇതിൽ 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മാത്രമല്ല പോലീസിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായെന്ന ആരോപണമുണ്ടായല്ലോ, ഉയർന്നിട്ടുണ്ടല്ലോ. അതായത് ഒന്ന് ബാങ്കിന്റെ ഭാഗത്ത്, ബാങ്ക് ഈ ലോൺ കാലാവധി അവസാനിക്കാൻ വീണ്ടും ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, ധൃതി പിടിച്ച് നടപടിയിലേക്ക് കടന്നു എന്ന് പറയുന്നു. മറുവശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ അതിവേഗത്തിലുള്ള നടപടിക്ക് കൂട്ടുനിന്നുവെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആരോപണങ്ങളിൽ, ഈ വിഷയത്തിൽ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ പ്രിൻസ്? തീർച്ചയായും ഈ ലോണുമായി വായ്പയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹിയറിംഗിനെ വിളിപ്പിച്ചിരുന്നു. അതുവരെയെങ്കിലും സമയം നൽകണമെന്ന് ഈ ജിപ്സൽ ബേക്കറിക്കായി എത്തിയ ഉദ്യോഗസ്ഥർ പല തവണ ഈ മരണപ്പെട്ട വീട്ടമ്മ ആവശ്യപ്പെട്ടിരുന്നെന്നും, എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് നടപടികൾ ആരംഭിക്കുകയും ഈ സമയത്താണ് ഇവർ ആത്മഹത്യാ ഭീഷണി ഒഴുക്കുകയും ചെയ്തത്. എന്നാൽ ഇവർ ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അതെല്ലാം മുഖവിലക്ക് എടുക്കാതെ നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒപ്പം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പോലും കണക്കിലെടുക്കാതെ പെട്ടെന്ന് തന്നെ നടപടിക്ക് പൂർത്തീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. ഒപ്പം ഈ തുക വീട്ടുടമസ്ഥർ പറയുന്നത് തങ്ങൾ ഭൂമി വാങ്ങിയപ്പോൾ 15 ലക്ഷത്തോളം രൂപയായിരുന്നു കടമുണ്ടായിരുന്നത്, അത് 66 ലക്ഷത്തോളമായി വന്നത് എങ്ങനെയെന്നത് അടക്കം പൊതുസമൂഹം ചോദിക്കുന്നു. എത്ര വലിയ തുകയായി മാറിയത് എന്തുകൊണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം SNDP യോഗമടക്കം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മൃതദേഹം ബാങ്കിന്റെ ചായയ്ക്ക് മുൻപിൽ കൊണ്ടുവച്ചുള്ള ഒരു പ്രതിഷേധം. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ സമരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ കടം ബാങ്ക് ഏറ്റെടുക്കണമെന്നും ഒപ്പം ആശ്രിതർക്ക് ജോലി നൽകണമെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഈ സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഇത് സംബന്ധിച്ച് ഈ വളരെ വേഗത്തിലൊരു നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തണമെന്നും, കൃത്യമായ അന്വേഷണം നടത്തണമെന്നും, ഒപ്പം ഈ വീട്ടമ്മ ആത്മഹത്യ സംഭവത്തിലേക്ക് നീങ്ങിയതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായും ഈ വീട്ടമ്മ ഭീഷണി മുഴക്കി ഈ പ്രദേശത്ത് നിൽക്കുകയായിരുന്നെന്നും, എന്നാൽ ഇവർ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അത് പോലീസ് കടന്നു പിടിച്ച് ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇവരുടെ ദേഹത്തേക്ക് പെട്രോൾ വീഴുന്നതെന്നും അത് തുടർന്നാണ് അപകടം ഉണ്ടായതെന്നും ഒക്കെ ഒരു ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ദൃക്സാക്ഷിയായ മകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുകുട്ടിയടക്കം പോലും വീട്ടിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ പോലും വകവയ്ക്കാതെയാണ് മറ്റുള്ള ഒരാളുടെ പേരിലാണ് വായ്പ, അത് സംബന്ധിച്ച് ഒരു വരുത്തണമെന്നും ഒക്കെ അടക്കമുള്ളവർ പൊതുപ്രവർത്തകരും ഒക്കെ മുൻകൂട്ടി തന്നെ വ്യക്തമാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യ സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ, വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൊടി കാണിക്കാൻ പറ്റാത്തതിൽ